ഹായ് കൂട്ടുകാരെ, ആച്ചി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് തൃക്കാർത്തികയായിട്ട് കാർത്തിക ദീപം തെളിയിക്കുന്നതിലേക്കുള്ള തിരക്കിലാണ് ഞാൻ. അതിനുവേണ്ടി ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ നടത്തിയിരുന്നു. കത്തിക്കാനുള്ള വിളക്കും ചിരാതുകളും എല്ലാം ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചു. വൃശ്ചിക മാസത്തിലെ പൗർണമിയും കാർത്തികയും ഒരുമിച്ച് വരുന്ന ദിവസമാണ് തൃക്കാർത്തിക. ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നൽകുന്ന ഒന്നാണ് കാർത്തിക വിളക്ക്. സൂര്യാസ്തമയത്തിന് ശേഷമാണ് കാർത്തിക വിളക്ക് കത്തിക്കേണ്ടത്. കാർത്തിക ദീപം കത്തിക്കാൻ ഏറ്റവും കുറഞ്ഞത് 27 ചിരാതെങ്കിലും ഉണ്ടായിരിക്കണം. നമ്മുടെ കയ്യിൽ അത്രയും ഇല്ലെങ്കിലും ഉള്ളത് വെച്ച് നമുക്ക് കത്തിക്കാം. ഒറ്റ സംഖ്യയിൽ വരണം എന്ന് മാത്രം. ഏറ്റവും ഉത്തമം 108 ദീപങ്ങൾ കത്തിക്കുന്നതാണ്. എല്ലാവരുടെയും കയ്യിൽ 108 ചിരാതുകൾ കാണണമെന്നില്ല. ഒരു ദീപം കത്തിച്ചാലും ദേവിയുടെ അനുഗ്രഹം നമുക്കുണ്ടാകും. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാൾ മഹാലക്ഷ്മിയുടെ പിറന്നാൾ ദിവസമായാണ് കണക്കാക്കുന്നത്. വീടും പരിസരവും വൃത്തിയാക്കിയതിന് ശേഷം വിളക്ക് വയ്ക്കുമ്പോൾ നമുക്ക് ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകും. ദീപം വയ്ക്കുമ്പോൾ ഉമ്മറത്ത് മാത്രമല്ല, വീടിന് പുറത്ത് 4 കോർണറിലും ദീപം വയ്ക്കണം. മാത്രവുമല്ല, വീടിനകത്ത് എല്ലാ റൂമിലും ഓരോ ചിരാത് വീതം കത്തിച്ച് വയ്ക്കാം. വീടിനകത്തുള്ള നെഗറ്റീവ് എനർജി മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് എല്ലാ വീടുകളിലും കാർത്തിക വിളക്ക് കത്തിക്കണമെന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും വീഡിയോയൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞാൻ തന്നെയാണ് ഇതെല്ലാം തനിയെ ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. ആദ്യത്തെ 2-3 വീഡിയോ ഒക്കെ എൻ്റെ കൊച്ചുമോൾ എനിക്ക് പറഞ്ഞു തന്നിരുന്നു, ആച്ചി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പിന്നെയെല്ലാം ഞാൻ തനിയെ അത് വശത്താക്കി എടുത്തു. എനിക്കിതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഇഷ്ടം കൊണ്ട് മാത്രം ചെയ്യുന്നതാണിതൊക്കെ. ഈ ദീപം 3 ദിവസം വയ്ക്കുന്നവരുമുണ്ട്. ഒന്നാമത്തെ ദിവസം ഭരണി ദീപം, അത് 5 വിളക്ക് പൂജാമുറിയിൽ കത്തിച്ച് വയ്ക്കും. രണ്ടാമത്തെ ദിവസം കാർത്തിക ദീപം, അത് 27 മുതൽ എത്ര വേണമെങ്കിലും വയ്ക്കാം. മൂന്നാമത്തെ ദിവസം പഞ്ചരാത്രി ദീപം, അതും ഇതുപോലെ എത്ര വേണമെങ്കിലും നമുക്ക് കത്തിച്ച് വയ്ക്കാം. പക്ഷേ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. വെളിയിൽ 2 ദീപം കത്തിച്ച് വയ്ക്കാറുണ്ട്. അങ്ങനെ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച വീടുകളിലേക്ക് ഭക്തിയോടെ ദേവിയെ നമുക്ക് വരവേൽക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.